കേരളം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമാണ് ആശമാരുടേത്. സമരവീര്യം ഒട്ടും ചോരാതെ ആശാപ്രവർത്തകരുടെ പ്രതിഷേധം 33-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവർക്കായി പോരാട്ടത്തിന്റെ ശില്പം ഒരുക്കിയിരിക്കുകയാണ് രണ്ട് കലാകാരന്മാർ. ആശാസമരം ശക്തമായി മുന്നോട്ടു പോവുകയാണ്. സമരത്തിന്റെ വിവിധ മുഖങ്ങൾ സാംസ്കാരിക കേരളത്തിന് കാട്ടിത്തന്ന പോരാട്ടം കൂടിയാണ് ഇവരുടേത്. രണ്ട് മഹാസംഗമങ്ങൾ, അവയിൽ അണിനിരുന്നത് ആയിരക്കണക്കിന് വനിതകൾ. വീടും നാടും വിട്ട് അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാനായി അവർ പോരാട്ടം തുടരുന്നു. അണയാത്ത പോരാട്ട വീര്യത്തിന് അംഗീകാരമായി പൊരുതുന്ന സ്ത്രീശില്പം ഒരുക്കിയിരിക്കുകയാണ് സി ഹണിയും അനീഷ് തകഴിയും. ആകാശത്തേക്ക് ഉയർത്തിയ ചുരുട്ടിയ മുഷ്ടിക്കുള്ളിൽ നീതിദേവതയുടെ തുലാസ്. അതിനു കീഴിൽ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന സമരക്കാർ. അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിൽ കാണില്ല. ആ കാഴ്ചയെങ്ങനെ കേരള മനസാക്ഷിയിൽ ആഴത്തിൽ പതിയുമെന്ന് തീർച്ച. സഹന സമരത്തിന് എങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതിരിക്കുമെന്ന് ശില്പികൾ. ഈ സമരം ഇത് അടിസ്ഥാന വർഗത്തിന്റെ സമരമാണ്. ഇത് വിജയിച്ചില്ലെങ്കിൽ അത് കേരളത്തിൽ തന്നെ അവരുടെ സമരോത്സുകത പരാജയപ്പെടുന്നു. കലാകാരന്മാരിൽ നിന്നുള്ള നിലയ്ക്ക് ഇവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ശില്പകലയിലൂടെ സർക്കാരിന് എതിരെയുള്ള പ്രതിരോധം തന്നെയാണ്. സമരവീര്യം ചോരാത്ത 33 ദിനങ്ങൾ പിന്നിട്ട് ആ പോരാട്ടം അങ്ങനെ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.